ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. പലരും അത് പേഴ്സണലായി അയച്ചു തന്ന് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഹസ്ബൻഡ് വൈഫിനെ തൊട്ടാൽ ഉളുമുറിയൊന്നാണ്, അത് ഉളുമുറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലോ ഖുർആനിൽ എവിടെയെങ്കിലും ഭാര്യ ഭർത്താവിനെ സ്പർശിക്കുന്നത്, ഭർത്താവ് ഭാര്യ സ്പർശിക്കുന്നത്, അന്യ സ്ത്രീകളെ സ്പർശിക്കുന്നത് ഉളുമുറിയുന്ന കാര്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഖുർആനിൽ ഔലാ മസ്തുമുൻ നിസാ എന്ന് പറഞ്ഞത് അത് ചില പണ്ഡിതന്മാർക്ക് സ്പർശനമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അത് ശരിയല്ല. ഏറ്റവും ശരിയായ അഭിപ്രായമായി മറ്റ് മഹാന്മാരായ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് ഔലാ മസ്തുമുൻ നിസാ എന്ന് പറഞ്ഞാൽ ജാമഅത്തുൻ നിസാ, സ്ത്രീകളുമായി ഭാര്യയുമായി ബന്ധപ്പെടുക എന്നതാണ്. അതല്ലാതെ കേവലം സ്പർശനങ്ങൾ ഉളുവിനെ മുറിച്ചു കളയുന്നതല്ല. ഇദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ബഹുഭൂരിപക്ഷ മുസ്ലിമീങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന ഷാഫി മദ്ഹബിലെ അഭിപ്രായമല്ല. കാരണം ലാമസ്തും എന്ന വാക്കിന് മഹാനായ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അർത്ഥം വെച്ചിട്ടുള്ളത് തൊടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുക തന്നെ ചെയ്യും. 4-ൽ ഒരു മദ്ഹബ് സ്വീകരിച്ച് അതുപ്രകാരം അമൽ ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. കാരണം സാധാരണ ഒരു വ്യക്തിക്ക് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമുള്ള മുജ്തഹിദീങ്ങളായ ഇമാമുമാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഫോളോ ചെയ്യലാണ് ഉത്തമം. ഇനി നിങ്ങളൊരു മുജ്തഹിദാണെങ്കിൽ നിങ്ങൾക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. എന്നാൽ സ്വഹാബത്തും താബീങ്ങളും താബീങ്ങളും നമ്മെ പഠിപ്പിച്ചത് ആ മാർഗമല്ല.